ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ സ്നാക്സ് ചക്കക്കുരു കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ചക്കക്കുരു കൊണ്ടുണ്ടാക്കിയ സ്നാക്സ് ആണെന്ന് പറയുകയില്ല, അത്രയ്ക്ക് രുചിയാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരൊക്കെ അത്ഭുതപ്പെട്ടു പോകും കേട്ടോ. അത്രയ്ക്ക് രുചിയായിട്ടുള്ളൊരു സ്നാക്സാണ്. വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനുവേണ്ടി ഇത്രയും ചക്കക്കുരു ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോയോളം ചക്കക്കുരു ഉണ്ടാവും. ഇത് പാല് വറ്റിയ ചക്കക്കുരു ഒന്നുമല്ല കേട്ടോ, നല്ല പച്ച ചക്കക്കുരുവാണ്. പാല് വറ്റിയ ചക്കക്കുരു നമുക്ക് ഇതിന് വേണ്ടി എടുക്കാം. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടായിട്ട് പിളർന്നൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിതാ മുഴുവനായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അകവും പുറവും ഒക്കെ നന്നായിട്ട് വെന്തിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്നായി കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു ഏകദേശം ഒന്ന് ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലൊക്കെ വറ്റിയിട്ട് ഏകദേശം മൊരിഞ്ഞ് കിട്ടാറായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് ആറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെക്ക് നമുക്ക് ഒരു ശർക്കര പാവ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു സോസ് പാനിലേക്ക് ഒരു 100 ഗ്രാം ശർക്കര ഞാൻ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് ഇത് ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ശർക്കര മൊത്തവും ഞാൻ അരിച്ചെടുത്തേ. അപ്പോൾ അതിൻ്റെ മണ്ണും പൊടിയും കരടൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് അരിച്ച് മാറ്റി കളയുക. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചക്കക്കുരുവും നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ചക്കക്കുരു നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് മുമ്പായി നമുക്കിതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പൊടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തരിതരിപ്പോടുകൂടി ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിതരിപ്പോടുകൂടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് സ്പൂണിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഞാൻ ചക്കക്കുരു വറുത്ത പാൻ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. ഒന്ന് നന്നായിട്ട് വറുത്ത് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് 1 മിനിറ്റ്. അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ മണം വരുന്നുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് നമ്മൾ മെൽറ്റാക്കി അരിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അത്രയും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാവ് നന്നായിട്ട് ഒന്ന് വറ്റി ആ തേങ്ങയായിട്ട് പിടിച്ച് വരണവേ. ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ശർക്കരപ്പാവ് വറ്റി വരാറായിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കരപ്പാവ് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ തന്നെ നല്ല മണം എടുക്കുന്നുണ്ട് കേട്ടോ.
ചക്കക്കുരുവൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ചല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ തേങ്ങയിലുള്ള ശർക്കരപ്പാവിൻ്റെയൊക്കെ മണവും ഏലക്കയുടെയൊക്കെ മണമൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇത് മൂക്കി വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ് കേട്ടോ, തരിയൊന്നും ഇല്ലാത്ത അരിപ്പൊടി. നമുക്കിതെല്ലാം കൂടി വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പാവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ഇറക്കി വെച്ചിട്ട് ഇതൊന്ന് ആറുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഏകദേശം ഇതാ നമ്മുടെ കൂട്ട് നന്നായിട്ട് ഒന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ചൂടോട് കൂടി നമുക്കിതൊന്ന് ഉരുളകളാക്കി എടുക്കണം. ദാ ഇതുപോലെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന അത്രയും എടുത്തിട്ട് നന്നായിട്ട് അതിനെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ദാ ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കാവേ. അപ്പോൾ ഞാൻ ദാ മൊത്തവും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ലഡുവിനൊക്കെ പോലെ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. പക്ഷേ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് പാൻ ചൂടായപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് തന്നെ വേണമെന്നില്ല, ഏത് ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും മതിയാവേ. ഇനി നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്നാക്സ് ഇതിലേക്ക് ഒരു 5-6 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഒരു 5 ഇട്ട് കൊടുത്ത് ഒരു 6 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഒരു സ്പൂണ് വെച്ചോ എന്തെങ്കിലും വെച്ച് നമുക്കിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യ് ആയി കിട്ടുകയും വേണം, ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടുകയും വേണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിയാൻ പാടില്ല. അസാധി മണം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ സ്നാക്സ് നന്നായിട്ട് നെയ്യിലൊന്ന് കിടന്ന് ഒന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ നിന്ന് ഇതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാ വശവും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടി ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതും ദാ മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതും ഞാൻ ദാ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയ സ്നാക്സ് ആണെന്ന് പറയുകയില്ല. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവരൊക്കെ അത്ഭുതപ്പെട്ടു പോകും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റും കാണാൻ നല്ല ലുക്കുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ ചായയുടെ ഒപ്പമുള്ള ചായക്കടിക്കുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ചക്കക്കുരു കൊണ്ടുണ്ടാക്കിയ സ്നാക്സ് ആണെന്ന് പറയുകയില്ല, അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നെടുത്ത് ഞാനൊന്ന് പുലർന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നോക്കിയേ, കണ്ടില്ലേ, ഉള്ളെല്ലാം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.